നിങ്ങൾ മറ്റുള്ളവരെ പോലെ വെറുതെ ഒഴുകി നടക്കുകയല്ല, മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം കയ്യിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ യാത്രയിൽ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം. കാരണം നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട്, എനിക്ക് എവിടെയാണ് എത്തേണ്ടതെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാം. മിക്കവാറും ആളുകൾക്ക് പറ്റുന്നൊരു വലിയ കുഴപ്പമാണ്, ഒരേ സമയത്ത് തന്നെ നിരവധി കാര്യങ്ങൾ ലക്ഷ്യം വെക്കും. എന്താണ് ലക്ഷ്യം എന്ന് ചോദിച്ചാൽ, എനിക്ക് കുറേ സ്വപ്നങ്ങളുണ്ട്, കുറേ വലിയ നീണ്ട നിര തന്നെ ഉണ്ടാവും. അപ്പം എന്താ കുഴപ്പം വരുന്നത്? ഒരു സമയത്ത് മനുഷ്യൻ്റെ മനസ്സിന് ഒരു കാര്യത്തിൽ മാത്രമേ ശ്രദ്ധിക്കാൻ കഴിയുകയുള്ളൂ. അപ്പം കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരും, താല്പര്യങ്ങൾ ചിതറിപ്പോകും. ലക്ഷ്യമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ മനുഷ്യൻ ആലസ്യത്തിലേക്ക് വഴുതി വീഴും. അവൻ എപ്പോഴും കംഫർട്ട് സോണിലായിരിക്കും. എന്നാൽ ഒരു ലക്ഷ്യം നിങ്ങളെ പ്രചോദിപ്പിക്കുമ്പോൾ ഓരോ ദിവസവും പുതിയ ആവേശത്തോടെ ഉണരാൻ നിങ്ങൾക്ക് സാധിക്കും. പലരും പറയാറുണ്ട്, എനിക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്ന്. എന്നാൽ ഇത് വ്യക്തമായ ഒരു ലക്ഷ്യമല്ല. എനിക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്ന് പറയുന്നത് ഒരു സാധാരണ ലക്ഷ്യം മാത്രമാണ്. ലക്ഷ്യം തന്നെ പറയാൻ പറ്റില്ല. നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? ജീവിതത്തിന്റെ കോമ്പസ് എന്നാണ് ലക്ഷ്യത്തെ വിളിക്കുന്നത്. നമസ്കാരം. 100 വിജയമാർഗങ്ങളിൽ രണ്ടാമത്തെ നിയമമാണ്, വ്യക്തമായ ലക്ഷ്യമില്ലാത്ത ജീവിതം ദിശയില്ലാത്ത കപ്പൽ പോലെയാണ്. നമ്മളിത് കേട്ടിട്ടുണ്ട്. കാരണം നമ്മളൊരു യാത്ര പോകുമ്പോൾ ഒരു തുറമുഖത്തു നിന്ന് നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. നമുക്ക് പോകേണ്ട ഇടം കൃത്യമായി അറിയാതെ വെറുതെ കടലിലൂടെ യാത്ര ചെയ്താൽ കടൽക്ഷോഭത്തിൻ്റെയും കടൽക്കാറ്റിൻ്റെയും മറ്റു പ്രശ്നങ്ങളുടെയും ഒക്കെ നടുവിൽ, മഴയുടെയും ഒക്കെ നടുവിൽ പെട്ട് ഉലഞ്ഞു പോകുന്ന ലക്ഷ്യമില്ലാത്തൊരു കപ്പൽ പോലെയാണ് ഇത്തരത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അനന്തമായ സമുദ്രത്തിൽ അതിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു കപ്പലിനെ നമ്മൾ സങ്കല്പിച്ച് നോക്കിയാൽ നമുക്ക് ഈ കാഴ്ച കാണാൻ പറ്റും. ആ കപ്പലിന് എല്ലാ സൗകര്യങ്ങളുമുണ്ട്, ഇല്ലേ? ശക്തമായ എഞ്ചിനുണ്ട്, വേണ്ടത്ര ഇന്ധനമുണ്ട്, അതിൽ വൈദഗ്ധ്യമുള്ള ധാരാളം ജീവനക്കാരുണ്ട്. എന്നാൽ ആ കപ്പലിന് പോകേണ്ട ഇടത്തെക്കുറിച്ച് മാത്രം, ഡെസ്റ്റിനേഷൻ, നമുക്ക് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവണം. എവിടേക്ക് പോകണമെന്ന് അറിയുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക. അപ്പോൾ ആ കപ്പൽ യാത്രയ്ക്ക് ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, ഒരു തുറമുഖമുണ്ട്, ഒരു കരയുണ്ട്. കൃത്യമായ ധാരണയില്ലെങ്കിൽ എന്തും സംഭവിക്കാം. ആ യാത്രയിൽ എന്തും സംഭവിക്കാം. അത് കാറ്റടിക്കുന്ന ദിശയിലേക്ക് ഒഴുകി നടന്നേക്കാം, അതല്ലെങ്കിൽ ഒടുവിൽ എവിടെയെങ്കിലും തട്ടി തകരുകയോ ഇന്ധനം തീർന്നുകൊണ്ട് കടലിന് നടുവിൽ കിടന്ന നിശ്ചലമായ അവസ്ഥയിലേക്ക് പോവുകയോ ചെയ്യാം. അപ്പോൾ നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്, ലക്ഷ്യമില്ലാത്ത യാത്ര. അതുകൊണ്ട് തന്നെ ഒരിടത്തും എത്തിച്ചേരില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? ജീവിതത്തിൻ്റെ കോമ്പസ് എന്നാണ് ലക്ഷ്യത്തെ വിളിക്കുന്നത്. ജീവിതത്തിൻ്റെ കോമ്പസ്. ലക്ഷ്യം എന്നത് വെറുമൊരു ആഗ്രഹമല്ല കേട്ടോ, അത് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥവും ദിശയും ഒക്കെ നൽകുന്ന ഒരു കോമ്പസ് ആണ്. ജീവിതത്തിൽ എന്ത് നേടണം, എവിടെ എത്തണം എന്നതിനെക്കുറിച്ച് സുവ്യക്തമായ ധാരണയുള്ള ആളുകൾക്ക്, ഓർമ്മിക്കണം നിങ്ങൾ ആ വേർഡ്, സുവ്യക്തത എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ഉള്ള, അവർക്കറിയാം എവിടെയാണ് തനിക്ക് എത്തേണ്ടതെന്ന്. പറയുന്ന കാര്യങ്ങളിൽ ക്ലാരിറ്റി, ചെയ്യുന്ന കാര്യങ്ങളിൽ ക്ലാരിറ്റി, മുഴുവൻ കാര്യങ്ങളിൽ ക്ലാരിറ്റി. സുവ്യക്തമായ ധാരണ ധരിച്ചു വെച്ചിരിക്കുന്നത്, വ്യക്തതയോടെയാണ് അതിന് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ചുറ്റുമുള്ള പ്രതിസന്ധികളെ അതിജീവിക്കാൻ അവർക്ക് വളരെ എളുപ്പമായിട്ട് കാണുന്നു. ക്ഷമയില്ലാത്തവർക്കോ ചെറിയ തടസ്സങ്ങൾ പോലും വലിയ പർവ്വതങ്ങളായി അവർക്ക് തോന്നും. അവർ ചെറിയ ചിതൽപ്പുറ്റുകളെ പർവ്വതങ്ങളായി വളർത്തുകയാണ്. കുഞ്ഞു ചിതൽപ്പുറ്റുകളാണ്, പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിച്ച് വലുതാക്കി വൻ പർവ്വതങ്ങളാക്കി അവർ മാറ്റുന്നു. അങ്ങനെയാണ് അവർക്കത് തടസ്സമായിട്ട് മുന്നിൽ കാണുന്നത്. എന്നാൽ നല്ല ലക്ഷ്യബോധമുള്ളവൻ, ക്ലാരിറ്റി ഉള്ളവൻ തടസ്സങ്ങളെ ചവിട്ടുപടികളാക്കി മാറ്റും. അവന് അത് കുതിച്ചു കയറാനുള്ള സ്റ്റെപ്പുകളായിട്ട് മാറ്റുന്നു. കാരണം അവൻ്റെ കണ്ണുകൾ എപ്പോഴും ആ ലക്ഷ്യത്തിലാണ്, വഴിയിലെ കല്ലുകളിലേ അല്ല അവൻ ശ്രദ്ധിക്കുന്നത്. ഇനി എന്തുകൊണ്ട് നമുക്ക് വ്യക്തമായൊരു ലക്ഷ്യം വേണം? അങ്ങനെ ചോദിച്ചാൽ പലരും പറയാറുണ്ട്, എനിക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്ന്. എന്നാൽ ഇത് വ്യക്തമായ ഒരു ലക്ഷ്യമല്ല. എനിക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്ന് പറയുന്നത് ഒരു സാധാരണ ലക്ഷ്യം മാത്രമാണ്. ലക്ഷ്യം തന്നെ പറയാൻ പറ്റില്ല. അത് അവർ പറയാൻ വേണ്ടിയിട്ട്, ലക്ഷ്യത്തിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്, ലക്ഷ്യത്തിന് വേണ്ടി ഒരു ലക്ഷ്യം എന്നേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ വിജയം എന്നത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സാമ്പത്തിക ഭദ്രതയാണോ, അല്ലെങ്കിൽ പ്രശസ്തിയാണോ, അതോ മാനസിക സമാധാനമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഈ ഒരു ക്ലാരിറ്റി നമുക്ക് വേണം. നമ്മൾ എന്താണ് ലക്ഷ്യം വെക്കുന്നതിനെ കുറിച്ചുള്ള ക്ലാരിറ്റി നമുക്ക് വേണം. പലപ്പോഴും പലർക്കും അത് ഉണ്ടാവാറില്ല. പൊതുവായൊരു ലക്ഷ്യം, എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് എന്നാണ്. ചില ലക്ഷ്യങ്ങൾ, നോ ക്ലാരിറ്റി. നിങ്ങളുടെ ലക്ഷ്യം ഒരുപക്ഷെ അളക്കാൻ കഴിയുന്നതും മെഷറബിൾ ആയിരിക്കണം, കൃത്യമായ സമയപരിധി ഉള്ളതുമായിരിക്കണം, ടൈം ബൗണ്ടഡ് ആയിരിക്കണം എന്നാണ്. അവ്യക്തമായ സുവ്യക്തമല്ലാത്ത ഒരു ലക്ഷ്യവും നമുക്ക് നേടിയെടുക്കാൻ പറ്റുകയില്ല. ക്ലാരിറ്റി കാണാൻ കഴിയുന്നതാണ്
കാണാൻ കഴിയുന്ന ഏത് ലക്ഷ്യവും നമുക്ക് സാധ്യതമാണ് എന്നാണ്. അതാണ് നമ്മൾ പിന്നെ പ്രായോഗിക ജീവിതത്തിൽ അത് സത്യമായും വരുന്നത്. അപ്പോൾ അവ്യക്തമായ ലക്ഷ്യങ്ങളുടെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ എനിക്ക് വലിയൊരാളാകണം എന്നാണ് അത്തരം ആളുകൾ പറയുക. വ്യക്തമായ ലക്ഷ്യം പറയുമ്പോഴോ അടുത്ത 5 വർഷത്തിനുള്ളിൽ എൻ്റെ മേഖലയിൽ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്ഥാപനം ഞാൻ കെട്ടിപ്പടുക്കും എന്നാണ് ഒരു ബിസിനസ്സുകാരൻ പറയുക. അല്ലെങ്കിൽ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റേതെങ്കിലും രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ പറയുക. ഒരു ചലച്ചിത്ര പ്രവർത്തകനാണെങ്കിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഞാൻ 2 അന്താരാഷ്ട്ര നിലവാരമുള്ള ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആയിട്ടുള്ള 2 സിനിമകൾ സംവിധാനം ചെയ്യും അല്ലെങ്കിൽ നിർമ്മിക്കും. ഓരോരുത്തരും അവരുടെ ജീവിതം അനുസരിച്ചുള്ള ഓരോ രീതിയിലാണ്. അവരുടെ ജീവിത തുറകളിൽ എവിടെയാണെങ്കിൽ പ്രൊഫഷണൽസ് ആവാം, അധ്യാപകരാവാം, വീട്ടമ്മമാരാകാം, അത് ആരുമാകാം. അപ്പോൾ അവരുടെ രീതി അനുസരിച്ചാണ് അവരത് ലക്ഷ്യങ്ങൾ വെക്കുക. അപ്പോൾ ലക്ഷ്യത്തിൽ വ്യക്തത വരുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് യാഥാർത്ഥ്യമാക്കാനുള്ള വഴികൾ താനെ കണ്ടെത്താൻ തുടങ്ങും. ഈ ക്ലാരിറ്റിയാണ് ഏറ്റവും പ്രധാനം. ഈ വ്യക്തത, നമ്മുടെ മനസ്സിന് തന്നെ ഒരു വ്യക്തത ഉണ്ടാവും. മനസ്സിനത് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ എത്തിച്ചേരുന്ന ആ നിമിഷം അത് എവിടെയാണ്, ആ ഡെസ്റ്റിനേഷൻ, ആ ഫൈനൽ ഡെസ്റ്റിനേഷൻ കൃത്യമായി മനസ്സിലാക്കാൻ മനസ്സിന് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ താനെ അതിനുള്ള സംവിധാനങ്ങൾ കണ്ടെത്താൻ തുടങ്ങും മനസ്സ്. അപ്പോൾ ലക്ഷ്യബോധം നൽകുന്ന ഒരു ഊർജമുണ്ട് കേട്ടോ. ലക്ഷ്യബോധം നൽകുന്ന ഊർജമുണ്ട്. നമ്മുടെ ഉള്ളിലെ കഴിവുകളെ ഉണർത്താനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഒരു വലിയ ലക്ഷ്യം മുന്നിൽ വെക്കുക എന്നതാണ്. അപ്പം തളർന്നിരിക്കുന്ന ഒരു മനസ്സിന് അല്ലെങ്കിൽ മടിച്ചിരിക്കുന്ന ഒരു മനസ്സിന് മുന്നിലേക്ക് കൃത്യമായി ക്ലാരിറ്റി ഉള്ളൊരു ലക്ഷ്യം വെച്ചു കൊടുത്താൽ അവന് ഉടനെ ആ മനസ്സ് ഊർജ്ജസ്വലമാകും. അതാണ് മാർഗം എന്ന് പറയുന്നത്. ലക്ഷ്യമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ മനുഷ്യൻ ആലസ്യത്തിലേക്ക് വഴുതി വീഴും. അവൻ എപ്പോഴും കംഫർട്ട് സോണിലായിരിക്കും. എന്നാൽ ഒരു ലക്ഷ്യം നിങ്ങളെ പ്രചോദിപ്പിക്കുമ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ ആവേശത്തോടെ ഉണരാൻ നിങ്ങൾക്ക് സാധിക്കും. ലോകത്തെ മാറ്റിയ എല്ലാ വ്യക്തികളും വലിയ വലിയ സ്വപ്നങ്ങളും അതിലേക്കുള്ള കൃത്യമായ പദ്ധതികളും മികച്ച ആക്ഷൻ പ്ലാനോടുകൂടി പോയവരായിരുന്നു. അതൊക്കെ ഉള്ളവരായിരുന്നു അവരെല്ലാവരും. അവർക്ക് കാറ്റിൻ്റെ ദിശ മാറ്റാൻ കഴിയാൻ പറ്റുന്നില്ല ഉണ്ടാവാം. പക്ഷേ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കപ്പലിൻ്റെ പായകൾ എങ്ങനെ ക്രമീകരിക്കണം എന്ന് അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. ആ യാത്രയിൽ എന്തൊക്കെ അറേഞ്ച്മെൻറ്റ്സുകൾ ചെയ്യണം എന്ന് അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം എങ്ങനെയാണ് തുടങ്ങേണ്ടത്? ഈ ചോദ്യം വലിയ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര നമ്മൾ എങ്ങനെയാണ് തുടങ്ങേണ്ടത്? ആദ്യത്തെ കാര്യം നമ്മുടെ ലക്ഷ്യം എഴുതി വെക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒരു ഡയറിയിൽ എഴുതുന്നത് അതിന് ജീവൻ നൽകുന്നതിന് തുല്യമാണ്. നിങ്ങൾ എന്തെഴുതുമ്പോഴും, നിങ്ങൾ ഏത് കാര്യം എഴുതുമ്പോഴും, എഴുതി പഠിക്കുന്നതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്ന് പറയുന്നത് വലിയ സയൻസാണ്. എഴുതുമ്പോൾ നമ്മുടെ കൈയുടെ ഇഡിയോ മോട്ടോർ മൂവ്മെൻറ്റ് വഴി അത് ഉപബോധ മനസ്സിലേക്ക് ആലേഖനം ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് എഴുത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. പഠനകാലത്തൊക്കെ നമ്മൾ എഴുതി പഠിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണം അതാണ്. അപ്പം അങ്ങനെ എഴുതുന്നത് നമുക്ക് ആ വാക്കുകൾക്ക് ആ സ്വപ്നത്തിന് ജീവൻ നൽകുന്നതിന് തുല്യമാണ്. എഴുതപ്പെട്ട ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ വളരെ കൂടുതലാണ് എന്ന് പറയും. അതോടൊപ്പം തന്നെ നമ്മൾ മുൻഗണനകൾ നൽകണം കേട്ടോ. പ്രയോറിറ്റീസ്. ഒരു സമയം 100 കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാതെ, മിക്കവാറും ആളുകൾക്ക് പറ്റുന്നൊരു വലിയ കുഴപ്പമാണ്. ഒരേ സമയത്ത് തന്നെ നിരവധി കാര്യങ്ങൾ ലക്ഷ്യം വെക്കും. എന്താണ് ലക്ഷ്യം എന്ന് ചോദിച്ചാൽ, എനിക്ക് കുറേ സ്വപ്നങ്ങളുണ്ട്, കുറേ വലിയ നീണ്ട നിര തന്നെ ഉണ്ടാവും. അപ്പം എന്താ കുഴപ്പം വരുന്നത്? ഒരു സമയത്ത് മനുഷ്യൻ്റെ മനസ്സിന് ഒരു കാര്യത്തിൽ മാത്രമേ ശ്രദ്ധിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരും, താല്പര്യങ്ങൾ ചിതറിപ്പോകും. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു ലക്ഷ്യത്തിൽ നമുക്ക് എത്താൻ കഴിയാതെ വരും. അപ്പോൾ അങ്ങനെ ശ്രമിക്കാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വേണം നമ്മൾ നീങ്ങാൻ. അപ്പോൾ ചെറിയ ചുവടുവെപ്പുകൾ നടത്തണം. വലിയ ലക്ഷ്യത്തെ ചെറിയ ഭാഗങ്ങളായി നമുക്ക് തിരിക്കാൻ കഴിയണം. ഓരോ ദിവസവും ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഒരു ചെറിയ കാര്യമെങ്കിലും നിങ്ങൾ ചെയ്യണം. അതാണ് നിരന്തരമായിട്ട് എന്തെങ്കിലും ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടല്ലോ, അതിനുവേണ്ടി എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും, ഒരു കുഞ്ഞു കാര്യമെങ്കിലും അത് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ആ യാത്ര നമ്മൾ ആസ്വദിക്കുക എന്നതാണ്. ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ അപ്പോൾ മാത്രമല്ല നിങ്ങൾ വിജയിക്കുന്നത്. അവിടെ എത്തിച്ചേരുന്ന ആളുകൾ മാത്രമല്ല വിജയിക്കുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് നടന്നു തുടങ്ങുന്ന, യാത്ര ചെയ്തു തുടങ്ങുന്ന നിമിഷം മുതൽ നിങ്ങളൊരു വിജയിയായി മാറുകയാണ് എന്ന് പറയും. അതിന് കാരണമെന്നത് പറഞ്ഞാൽ, നിങ്ങൾ മറ്റുള്ളവരെ പോലെ വെറുതെ ഒഴുകി നടക്കുകയല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം കയ്യിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ യാത്രയിൽ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം. കാരണം നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട്. എനിക്ക് എവിടെയാണ് എത്തേണ്ടതെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാം.
അപ്പം നമ്മുടെ മുന്നിൽ പലപ്പോഴും എൻ്റെ മുന്നിൽ ധാരാളം ആളുകൾ അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ലക്ഷ്യങ്ങളൊക്കെ പറയാറുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഞാൻ കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി പഠിപ്പിക്കുന്ന സമയത്ത് ഈ ആളുകളൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഒറ്റ വാക്കിലറിയാം, നല്ല ക്ലാരിറ്റി ഉണ്ടാവും അവരുടെ ലക്ഷ്യം. എനിക്ക് ഇന്നതാണ് ആവേണ്ടത് എന്താണെന്നും എപ്പോൾ ആകണമെന്നും അത് എവിടെ വെച്ചാണെന്നും എങ്ങനെയാണെന്നും വളരെ കൃത്യതയുള്ള ഒരു ആഗ്രഹവും ലക്ഷ്യവുമാണ് അവർക്കുണ്ടാവുന്നത്. ഈ ക്ലാരിറ്റിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത്. നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ക്ലാരിറ്റി വരുത്താൻ ശ്രമിക്കുക. പക്ഷാന്തരങ്ങൾ പരിശോധിക്കുക. എങ്ങനെ അത് നേടിയെടുക്കാമെന്നും സമയബന്ധിതമായിട്ട് ഏത് സമയത്ത് എനിക്കതിന് നേടിയെടുക്കാൻ പറ്റുമെന്നും അതിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരു 5 വർഷത്തെ ഗോളാണെങ്കിൽ ആ ഗോളിനെ 5 വർഷം എന്നുള്ളത് ആദ്യം വെച്ച ശേഷം പിന്നെ നിങ്ങൾ അതിനെ 1 വർഷത്തെ ഗോളായിട്ട് പിന്നെ അതിനെ മാസങ്ങളായി പിന്നെ വിഘടിച്ചുകൊണ്ട് പിന്നെ നിങ്ങൾ ആഴ്ചകളായി കുറച്ചുകൊണ്ട് ദിവസങ്ങളായി വെച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ഇന്ന് ചെയ്യേണ്ട കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറാൻ കഴിയണം. നിങ്ങളുടെ ജീവിതം ആര് നയിക്കണം എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സാഹചര്യങ്ങൾക്കോ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ നിങ്ങളുടെ ജീവിത നൗകയുടെ നിങ്ങളുടെ ജീവിതമാകുന്ന കപ്പലിൻ്റെ നിയന്ത്രണം ഒരിക്കൽ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ കയ്യിലായിരിക്കണം അതിന് ചുക്കാൻ എന്ന് പറയുന്നത്. വ്യക്തമായ ഒരു ലക്ഷ്യം നിശ്ചയിക്കുകയും അതിലേക്ക് ധൈര്യപൂർവ്വം യാത്ര തുടങ്ങുകയും ചെയ്യുക എന്നതാണ്. നങ്കൂരമിട്ട് കിടക്കാനല്ല കപ്പലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. തിരമാലകളെ കീറി മുറിച്ച് മുന്നേറാനാണ് കപ്പലിന് തുല്യമായ നിങ്ങളുടെ ജീവിതം എന്നറിയുക. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുന്ന കര ഏതാണ്, യാത്ര ചെയ്യപ്പെടുന്ന ലക്ഷ്യം വെക്കുന്ന തുറമുഖം ഏതാണെന്ന് എങ്കിലും മിനിമം ക്ലാരിറ്റിയോടുകൂടി നിങ്ങളുടെ ജീവിതയാത്ര ആരംഭിക്കുക. നിങ്ങൾ തീർച്ചയായും പുതിയ കരകൾ, ലക്ഷ്യമാകുന്ന കരകൾ അണയുക തന്നെ ചെയ്യും. താങ്ക് യു.